രാജാക്കന്മാര്. അവര് ഫൈറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഒരു രാജാവ് ഡിന്നറിന് വിളിച്ചു ഇന്ന് 2 പേരെ. അപ്പോൾ അവര് ഡിന്നറിന് വരുമ്പോൾ എന്താക്കി വെച്ചാല്, ഓ അവിടെ കടലുണ്ടല്ലോ, അത് കണ്ടത്. ശരി, അവർക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. സുമാക്കാൻ പറ്റില്ലല്ലോ. വാ, നമുക്ക് ചർച്ചിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ചർച്ചിൽ ഡിന്നറിന് വരുന്ന ടൈമിൽ ഒരു കിങ് ഇനി 2 കിങ്സിനെ ഫുഡിൽ പോയിസൺ ആക്കിയിട്ട് അല്ലേ കൊന്നു. അയാളും ചത്ത്. എങ്ങനെ ചത്ത് അല്ലേ എനിക്കറിയില്ലേ. അപ്പോൾ അവരുടെ 3 പേരുടെ പ്രേതം ഈ ചർച്ചിലുണ്ടെന്ന് പറഞ്ഞത്. കൊറേ ഉണ്ടല്ലോ. ആരൊക്കെ കയറി പിടിക്കണോ? നമ്മളിപ്പോ മഴയൊക്കെ നനഞ്ഞ് എന്താ ഇവിടെ ഒരു മരമുണ്ട്, മാവുണ്ട്. ഇത് ഗോവ ആയതുകൊണ്ടിട്ടും ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ടിട്ടും വയനാട് പോലെ കട്ടയൊന്നും ഉണ്ടാവില്ലേ. അതുകൊണ്ടിട്ട് ഈ ചെടികളൊക്കെ നടക്കാനൊക്കെ പറ്റും നമുക്ക്. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. പ്രേതാത്മാക്കൾ ഒക്കെ ഉണ്ടെന്നാ പറയുന്നേ, നമുക്കൊന്നും അറിയില്ലേ. ഇതെന്റെ വീട്ടുകാരെ കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ടാ ഇങ്ങനെയൊക്കെ ഓരോന്ന് പാഷാടാ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടാണോ? ബാക്കാണോ? അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക്. അതെനിക്കറിയില്ല എന്റെ മുടിയൊക്കെ സെറ്റ് ആയിട്ടിരിക്കുന്നോന്ന്, ഞാൻ സുന്ദരിയായിട്ടിരിക്കുന്നോന്നൊന്നും എനിക്കറിയില്ല. ഈ പള്ളീന്റെ ബാക്കിൽ ഇത്ര ഉള്ളൂ കേട്ടോ. ഇവരെവിടെ അടുക്കിയിരിക്കുന്നത്? അപ്പുറത്താണോ? അപ്പൊ ഇവിടെയൊക്കെ എന്തായിരിക്കും? ഒളിഞ്ഞു നോക്കാൻ പോലും പറ്റില്ലല്ലോ. വേണ്ട, അങ്ങോട്ട് പോകണ്ട, അത് എൻട്രി അല്ലേ. അപ്പൊ അങ്ങോട്ട് പോയാൽ ഇനി നമുക്ക് അവരുടെ കല്ലറ കാണാൻ പറ്റുമോ? ഓ, അപ്പൊ നമ്മൾ കല്ലറ കാണാൻ വേണ്ടി പോകുന്നു. ഇനി രാത്രി നിങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയല്ലേ. മഴയൊക്കെ നനഞ്ഞിട്ട് ഇവിടെ നമ്മൾ പ്രേതത്തിനൊന്നും കാണാത്തോണ്ട്. എവിടെ ആ ക്രോസാണ്? ആ ക്രോസിലെന്താ? ഇവിടെയാണ് ഇപ്പൊ അവരെ അടക്കിയേക്കുന്ന സ്ഥലം, ഈ 3 രാജാക്കന്മാരെ. അപ്പോ ഇവിടെ നമ്മൾ കുറച്ച് പേടിക്കണം. ഇതൊക്കെയാണോ ഹോണ്ടഡ് സ്റ്റോറീസിലൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത്? എനിക്കറിയില്ലേ. അപ്പോ ഇതിലാണ് അവരെ ചത്തുപോയി. പിന്നെ കുഴിച്ചിടേണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ പൊളി ആംബിയൻസ് ആണ്. നമ്മുടെ ഈ കുറേ പാടങ്ങളും മലകളും കുന്നുകളും ഒക്കെ കാണാൻ പറ്റും. വേറെ ഒന്നും ഇവിടെ ഇല്ല. മഴയുണ്ട്, കുരിശുണ്ട്, കുരിശാണ്.